എല്ലാവരും ഒരുപോലെയല്ല. അള്ളാഹു ചിലർക്ക് അംബിയ പദവി, മറ്റു ചിലർക്ക് ഔലിയ പദവിയൊക്കെ കൊടുക്കും. ആലി ഇമ്രാൻ 37 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. അള്ളാഹുവിലേക്ക് ഒരാൾ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതലായി അടുക്കുകയും പിന്നീട് സുന്നത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറുകയും ചെയ്താൽ അവന്റെ കേൾവി ഞാനാകും, കാഴ്ച ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും. അവൻ എന്നോട് എന്ത് ചോദിച്ചാലും അവർക്ക് ഞാനത് നൽകും. എന്നോട് കാവൽ തേടിയാൽ അവർക്ക് ഞാൻ കാവൽ നൽകും എന്ന് പഠിപ്പിക്കപ്പെട്ട വലിയ എന്ന പദവിയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ പദവിയിലുള്ളവരോട് ശത്രുത വെച്ചാലും അവരെ നിസ്സാരപ്പെടുത്തിയാലും അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും അവർക്ക് കുരുത്തക്കേട് ബാധിക്കുകയും വലിയ പരാജയത്തിലേക്ക് വീണു പോവുകയും ചെയ്യുമെന്നത് യാഥാർത്ഥ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് ഖുദ്സിയായ ഹദീസിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട്, ഇഷ്ടദാസനോട് പരിഹാസത്തിലൂടെയോ അല്ലെങ്കിൽ അയാളെ കൊച്ചാക്കി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശത്രുത കാണിച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഖാലിഖായ സൃഷ്ടാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.